പ്രിയൻ, ഈ ചൈന പസഫിക് സമുദ്രത്തിലേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ്. ജപ്പാൻ വരെ ഞെട്ടിയിരിക്കുന്നു. എന്താണ് സംഭവം? അതായത് ചൈനയുടെ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് സമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കുക എന്ന് പറയുന്ന ചൈനയുടെ വലിയ ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശാന്തസമുദ്രത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ജപ്പാൻ്റെ തീരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ചൈന നീങ്ങുന്നത് എന്നുള്ളതാണ്. ചൈനയുടെ 2 കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളാണ് ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന ജപ്പാനോടടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ്റെ സമുദ്രാതിർത്തിക്കുള്ളിലല്ല, പക്ഷേ ഈ പറയുന്ന ജപ്പാൻ്റെ അടുത്ത പ്രദേശത്ത്, ഈ സമുദ്ര പ്രദേശത്താണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ജപ്പാൻ്റെ ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് ജപ്പാൻ ഇതിനെ കരുതിയിരിക്കുകയാണ്, വലിയ രീതിയിൽ ഇതിനെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ പറയുന്ന ചൈന എന്തിനാണ് ഇങ്ങനെ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് അവലോകനം ചെയ്യുന്നുമുണ്ട്. അതായത് തങ്ങളുടെ നാവിക ശക്തിയുടെ പ്രദർശനമാണ് ചൈന ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ദക്ഷിണ ചൈന കടലിലും ഇതുപോലെ തന്നെയാണ് ചൈന ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചൈന എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും അതിർത്തി തർക്കങ്ങളുള്ള ഒരു രാജ്യമാണ്. അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റുകളുടെ സ്വഭാവം അറിയാമല്ലോ, ആ രീതിയിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ഇന്ത്യയുടെ പല മേഖലകളിലും കടന്നു കയറുന്നത് പോലെ ജപ്പാനുമായിട്ട് ചൊറിയാൻ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചൈന. ജപ്പാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അലയാണ്. അങ്ങനെ ഇന്ത്യയായിട്ട് വലിയ ബന്ധമുള്ള സഖ്യകക്ഷിയായിട്ടുള്ള ഒരു രാജ്യമാണ്. നാച്ചുറൽ അലൈ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് തന്നെയുള്ള ബന്ധം ഇന്ത്യയും ജപ്പാനും തമ്മിലുണ്ട്. വലിയ കൊടുക്കൽ വാങ്ങലുകൾക്ക് ജപ്പാനും ഇന്ത്യയും തമ്മിൽ വിധേയമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലടക്കം ഒരുപാട് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള രാജ്യം കൂടിയാണ് ജപ്പാൻ. നമുക്കറിയാമല്ലോ, INA ആയിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യൻ നാഷണൽ ആർമിയായിട്ട് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുമായിട്ട് വലിയ അടുപ്പം ഉണ്ടായിരുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നാവിക ശേഷി പ്രദർശിപ്പിക്കാൻ ചൈന വരുമ്പോഴത്തേക്ക് അത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. കാരണം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ തങ്ങളുടെ പ്രത്യാക്രമണ രീതിയിലേക്ക് ഒരിക്കലും സൈന്യം മാറിയിട്ടില്ല. അവരൊരു പ്രതിരോധ സൈന്യം മാത്രമേ ഉള്ളൂ. അതായത് ഒരു ആക്രമണത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സൈന്യം അവിടെ രൂപീകരിച്ചിരുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സൈനിക താല്പര്യത്തിലേക്ക് ജപ്പാൻ പോയിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിലേറ്റ തിരിച്ചടി, അവിടെ സൈന്യം ചെയ്ത തെറ്റ്, പിഴവുകൾ, ആ പിഴവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളുടെയൊക്കെ കാരണത്താൽ ലോകം അക്യൂസ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യം, കുറ്റപ്പെടുത്തുന്ന ഒരു രാജ്യം എന്നുള്ളതൊക്കെ കൊണ്ട് വലിയ പ്രഹരം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ നേരിടേണ്ടി വന്നതും കൂടെ കൊണ്ട് ജപ്പാൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തു. ഞങ്ങൾ ഈ പറയുന്ന ആക്രമണം ചെയ്യാൻ രീതിയിലുള്ള സൈന്യത്തെ വളർത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ജർമ്മനിക്ക് അതുപോലെ വലിയ സൈന്യമില്ല. കാരണം സൈന്യത്തെ ഈ പറയുന്ന യുദ്ധത്തിന് ശേഷം അത്തരത്തിലുള്ള ഒരു സൈനിക ശക്തിയായിട്ട് അവർ മാറിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും തന്നെ ഈ നിലപാടുകളൊക്കെ തിരുത്തുന്നുണ്ട്. ജപ്പാനും തിരുത്തുന്നുണ്ട്, ഈ ജർമ്മനിയും തിരുത്തുന്നുണ്ട്, ഇറ്റലിയും ഒക്കെ തിരുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജപ്പാൻ ഇപ്പോൾ അവരുടെ സൈനിക ശക്തി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. 2022 ജപ്പാൻ ദേശീയ സുരക്ഷാ തന്ത്രം പരിഷ്കരിച്ചിരുന്നു. അങ്ങനെ പരിഷ്കരിച്ചതിലൂടെ വലിയ മാറ്റങ്ങളുണ്ടായി. അവരുടെ സെൽഫ് ഡിഫെൻസ് ആർമിയിൽ നിന്ന്, അതായത് പ്രതിരോധ സേന, സ്വയം പ്രതിരോധിക്കാനുള്ള സേനയിൽ നിന്ന് അവർ വലിയ സൈന്യത്തെ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ Type 12 മിസൈലുകളൊക്കെ വികസിപ്പിച്ചു. വലിയ രീതിയിലുള്ള മിസൈൽ സംവിധാനമാണത്. 12SSM എന്നാണ്, കോസ്റ്റൽ ഡിഫൻസ് സിസ്റ്റം എന്നാണ് ഇതിനെ പറയുന്നത്. ഫ്യൂജി ഫയർ പവർ എക്സസൈസിൽ ഇതിനെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ലോകത്തിന് മുന്നിൽ. അപ്പോൾ കരയിൽ നിന്ന് പ്രവർത്തിപ്പിക്കാവുന്ന മിസൈലുകളാണ് ഇത്. ഒരു മൊബൈൽ യൂണിറ്റായിട്ടും ഇതിന് വർക്ക് ചെയ്യാൻ കഴിയും. ശത്രുക്കളെ കണ്ടെത്താൻ, ശത്രുക്കളുടെ കപ്പലുകൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിരീക്ഷിക്കാനും നശിപ്പിക്കാനും കഴിയും. 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ളതാണ്. തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവയിലെല്ലാം ഇത് സ്ഥാപിക്കാൻ കഴിയും. അതുപോലെ തന്നെ 1000 കിലോമീറ്റർ പ്രഹരശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ചൈനയ്ക്ക് നല്ല പണിയെടുക്കാൻ ശേഷിയുള്ള മിസൈൽ സിസ്റ്റമാണ് അവർ വികസിപ്പിച്ചിരിക്കുന്നത്. സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ട്. അതായത് ഈ പറയുന്ന റഡാർ സംവിധാനത്തിന് ഇതിൻ്റെ തരംഗങ്ങളെ കണ്ടെത്താനായിട്ട് കഴിയില്ല. അപ്പോൾ അത് ആക്രമണം മുൻകൂട്ടി അറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ശേഷിയും കൂടെ ഈ പറയുന്ന മിസൈലിനുണ്ട് എന്നുള്ളതാണ്. ജപ്പാൻ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവുന്ന ഒറ്റ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. മറ്റു ചൈന, പിന്നെ ഈ ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യമാണ്. ഉത്തര കൊറിയയുടെയും ചൈനയുടെയും ഭീഷണി നിരന്തരമായിട്ട് ജപ്പാന് ലഭിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ജപ്പാൻ്റെ ഒരു തന്ത്രമാണ്, നയമാണ്. ആ നയത്തിൻ്റെ ഭാഗമായതുകൊണ്ട് കൂടിയാണ് ഇന്ത്യ ജപ്പാൻ്റെ നാച്ചുറൽ അലയാവുന്നത്. ജപ്പാൻ്റെ പിന്നിലുള്ള രാജ്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ്.
ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജപ്പാനെ ചൈന ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്ക ഇടപെടും, ഓസ്ട്രേലിയ ഇടപെടും, ഇന്ത്യ ഇടപെടും. അപ്പോൾ ഇന്ത്യയൊക്കെ സ്വാഭാവികമായിട്ടും ഇടപെടാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ക്വാഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ക്വാഡ് എന്ന് പറഞ്ഞാൽ ചതുർരാഷ്ട്ര സഖ്യം എന്ന് പറയും. അതായത് 4 രാജ്യങ്ങളാണ്, ജപ്പാൻ, USA, ഇന്ത്യ, ഓസ്ട്രേലിയ. ഈ 4 രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഈ മേഖലയിൽ ഒരു കരുത്തിൻ്റെ മേഖലയായിട്ട് ഈ പറയുന്ന ഇൻഡോ പസഫിക് റീജിയൻ മുഴുവൻ ശക്തമായ ഒരു പൊസിഷൻ എടുത്ത് നിൽക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്ത്യ എവിടെയുണ്ട്, ഓസ്ട്രേലിയ എവിടെയാണ്, ജപ്പാൻ എവിടെയാണ്. ഇത് 3ഉം കൂടി ഈ പറയുന്ന ചൈന കടലുകളെയും ഈ പറയുന്ന ഇന്ത്യൻ ഓഷനെയും ഒക്കെ കവർ ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. എവിടെയാണ്? നമ്മുടെ പസഫിക് ഓഷനിൽ ജപ്പാനും അമേരിക്കയും നിർണായക ശക്തി കൂടിയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇല്ലെങ്കിൽ ജപ്പാൻ ഇല്ലെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് ചൈനയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി തന്നെ ഈ ക്വാഡ് എന്ന് പറയുന്ന സഖ്യത്തോടു കൂടി നേരിടാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ രാജ്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ക്വാഡ് എന്ന് പറയുന്ന ഈ സംവിധാനം തന്നെ വലിയ രീതിയിലുള്ള കരുത്ത് വെളിവാക്കുന്ന ഒരു സഖ്യമാണ്. ഈ സഖ്യത്തിന് രൂപീകരിച്ച് തന്നെ ചൈനയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ച് ഒരു ഇന്ത്യക്ക് ചുറ്റും വിവിധ കേന്ദ്രങ്ങൾ ആക്രമിക്കാനൊക്കെയോ ഇല്ലെങ്കിൽ സൈനികമായിട്ടോ സ്ട്രാറ്റജിക് പൊസിഷൻസും ഒക്കെ ചൈന ഒരുക്കാറുണ്ട്. അതിലൊന്നാണ് മാലിദ്വീപ്, ഒന്ന് ശ്രീലങ്കയാണ്, അതുപോലെ തന്നെ പാകിസ്ഥാനാണ് മറ്റൊന്ന്, ബംഗ്ലാദേശിലും ഇവർ സഖ്യം ഉണ്ടാക്കുന്നു, മ്യാൻമാറുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് ചുറ്റും. ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ പിടിക്കേണ്ടി വന്നാൽ ഇല്ലെങ്കിൽ സ്ട്രാറ്റജിക് പൊസിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യയും അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ചൈന പ്രകോപനം സൃഷ്ടിച്ചാൽ ജപ്പാന് നേരെയോ ഓസ്ട്രേലിയക്ക് നേരെയോ ഒക്കെ ഒരു നീക്കം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള സംവിധാനം ഈ രാജ്യങ്ങളെല്ലാം തന്നെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ പറയുന്ന ചൈന എന്ന് പറയുന്ന രാജ്യം എല്ലാ രാജ്യങ്ങളുമായിട്ടും അതിർത്തി തർക്കമുണ്ട്. എന്തിനേറെ അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന വിയറ്റ്നാമുമായിട്ട് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് അവർ അതിർത്തി പങ്കിടുന്നു ആ രാജ്യങ്ങളുമായിട്ടെല്ലാം അതിർത്തി തർക്കമുള്ള ഒരു രാജ്യമാണ് ചൈന. ചൈനയുടെ നിലവാരം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് എന്നുള്ളത് ലോക രാജ്യങ്ങൾക്കെല്ലാം അറിയാം. റഷ്യയുമായിട്ട് പോലും ചൈനയ്ക്ക് അതിർത്തി തർക്കങ്ങളുണ്ട്. ഈ പറയുന്ന റഷ്യ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന അവരുടെ വലിയൊരു തുറമുഖ നഗരമുണ്ട്, ഈസ്റ്റേൺ പാർട്ടിലാണ്. ആ പാർട്ടിലുള്ള ഈസ്റ്റേൺ പാർട്ടിലെ തുറമുഖ നഗരത്തിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ രീതിയിൽ വികസിപ്പിക്കുന്നുണ്ട്. കാരണം പസഫിക് റീജിയൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനാണ് എന്നുള്ളത് കൊണ്ട്. അതായത് കിഴക്കൻ ഏഷ്യ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്രമാണ്, ലോകത്തിൻ്റെ സെൻറ്ററായിട്ട് ഇനി മാറാൻ പോകുന്ന സ്ഥലവും കൂടെയാണത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും അവിടെ കണ്ണുവയ്ക്കുന്നത്, റഷ്യ അവിടെ കണ്ണുവയ്ക്കുന്നത്, ജപ്പാനെതിരെ നീക്കം നടത്തിക്കൊണ്ട് ചൈന അവിടെ കണ്ണുവയ്ക്കുന്നത്. ഇതെല്ലാം ചൈനയുടെ ഈ രാജ്യങ്ങളുടെ എല്ലാം നീക്കത്തിന് പിന്നിൽ പസഫിക് ഓഷ്യൻ റീജിയൻ ഏറ്റവും ശക്തമായ ഒരു പ്രദേശമാണ് എന്നത് അറിയാവുന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ തന്ത്രപരമായിട്ട് ജപ്പാനൊപ്പം നിൽക്കുന്നത്, ജപ്പാനുമായിട്ട് നല്ല സൗഹൃദത്തിൽ തുടരുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ചൈനയുടെ നീക്കങ്ങൾ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജപ്പാനുമായിട്ടൊരു കോൺഫ്ലിക്റ്റിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കും ഓസ്ട്രേലിയയ്ക്കും അമേരിക്കയ്ക്കും എല്ലാം തന്നെ അതിലിടപെടേണ്ടി വരും. ശക്തമായ ഒരു നീക്കം, സൈനിക നീക്കം ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ചൈന പ്രകോപനം സൃഷ്ടിച്ചാൽ ജപ്പാൻ കാര്യമായ പണി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.